തലേ ദിവസത്തെ ബർത്ത്ഡേ സദ്യയിലെ കറികളെല്ലാം കൂടി പാത്രത്തിലാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ പഴങ്കഞ്ഞി കുടിച്ചാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ഡോവറിലെ അടുത്ത സ്പോട്ട് തപ്പിയിട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല, വൈറ്റ് ക്ലിഫ് ആയിരുന്നു. ഒരു രീതിയിലും ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് അവിടെ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ വേറെ ഏതൊക്കെയോ സ്ഥലത്ത് പോയിട്ട് ഐസ്ക്രീം കുടിച്ചങ്ങ് തീർക്കുന്നുണ്ടായിരുന്നു. സമ്മറിൻ്റെ ചൂടും കടലിൻ്റെ തണുപ്പും ഒരു ബന്ധമില്ലാത്ത പോലെയാണ് ഞങ്ങൾ തമ്മിൽ നടക്കുന്നത്. നീ എത്ര വെയിലടിച്ചിട്ടും കാര്യമില്ല, ഞാൻ തണുക്കത്തില്ല എന്ന് പറയുന്ന കടലിൻ്റെ വാശി എന്താണോ ആവോ, അതെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കുശലം പറച്ചിലും കാഴ്ചകളും തുടങ്ങി. ഡോവറിലെ അടുത്ത ഹിഡൻ സ്പോട്ട് തപ്പിപ്പോയ ഞങ്ങളിൽ ചെന്ന് എത്തിപ്പെട്ടത് ഒരു അടിപൊളി കിടിലം സ്ഥലത്താണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സ്പോട്ട് ഇത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അകലെ നിന്നുള്ള വ്യൂ അത്ര വ്യക്തമല്ലായിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അടുത്തെത്തിപ്പെട്ടു. ഡോവറിൽ നിന്നും ഫെറി വഴി വണ്ടികൾ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫെറിയാണ് നേരെ ഫ്രാൻസിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള വഴികൾ കൂടെ ചെന്നാൽ അവിടെ ചെന്ന് എത്തിപ്പെടാം എന്നുള്ള സത്യം പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ ഹിഡൻ സ്പോട്ട് തപ്പിപ്പോകുന്ന